മതനേതൃത്വം മുഴുവനും വഹാബിസത്തിന് കീഴ്പ്പെട്ടു പോയി. മതനേതാക്കന്മാർ വഹാബിസത്തിന് കീഴ്പ്പെട്ടു. അതായത് മതനേതാക്കന്മാരിലെ മുകൾ തട്ട്, പ്രത്യേകിച്ച് സമൂഹം എപ്പോഴും ശ്രദ്ധിക്കുന്നൊരു ജനതയാണ് സയ്യിദന്മാർ. ആ സയ്യിദന്മാരുടെ മുകൾ തട്ട് വഹാബിസത്തിന് വഴിപ്പെട്ടു. കോർപ്പറേറ്റുകളുടെ കൂട്ടുകാരുമായി. കോർപ്പറേറ്റുകളുടെ മതം എപ്പോഴും വഹാബിസായിരിക്കും. പ്രത്യേകിച്ച് കോർപ്പറേറ്റുകൾ മുഴുവനും ഇപ്പോൾ അഴിഞ്ഞാടുന്നത് വഹാബി രാജ്യങ്ങളിലാണ്. അപ്പോൾ അവരുടെ മതം പൊതുവായി ഒരു വഹാബിസായിരിക്കും. നമ്മുടെ സയ്യിദന്മാരുടെ നേതാക്കൾ മുഴുവനും കോർപ്പറേറ്റുകളുടെ അടിമകളാണ്. അല്ലാത്ത നിലയിലും വഹാബിസം അവരെ സ്വാധീനിച്ചു. അപ്പോൾ അതിശക്തമായി വഹാബിസം സ്വാധീനിച്ചവരാണ് നമ്മുടെ സയ്യിദന്മാരുടെ മുകളിലുള്ള ആളുകൾ. യൂത്തിൽ ലിബറലിസ്റ്റുകളുമാണ്. ഇത് രണ്ടിൻ്റെയും ഇടയിലാണ് ഇന്ന് മലയാളക്കര. ഇനി നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, സമൂഹത്തെ പിടിച്ചു നിർത്താൻ കഴിയില്ല. അല്ലെങ്കിൽ ഇവരെ നേതൃസ്ഥലങ്ങളിൽ നിന്ന് താഴെ ഇറക്കി വെക്കാൻ സുന്നി പ്രസ്ഥാനങ്ങൾക്ക് കഴിയണം. അതിന് കഴിയൂല. എന്തുകൊണ്ട്? കെട്ടുപാടുകൾ. സുന്നികളുടെ അടിയന്തരമായി കഴിഞ്ഞു. സുന്നികൾക്ക് ഇനി അടിയന്തരം ഉണ്ടാവുള്ളൂ. യാതൊരു സംശയം. നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ എന്നോട് ദേഷ്യം തോന്നും, പക്ഷെ അതേ നടക്കൂ. എന്തുകൊണ്ട്? മുകളിലുള്ള സുന്നി സയ്യിദന്മാർ മുഴുവനും വഹാബികളാണ്, കടുത്ത വഹാബികളാണ്. പിന്നെ അവരുടെ നിലനിൽപ്പിന് വേണ്ടി സുന്നി ആയി നടിക്കുന്നേ ഉള്ളൂ. 1. 2, അവരുടെ വീടുകളിലെ അടുക്കളയിലെ ഭാര്യമാരിൽ 90% പെണ്ണുങ്ങളും പക്ക വഹാബിച്ചികളാണ്. നമ്മുടെ ഏത് തങ്ങന്മാരെ പറ്റിയാണ് ചോദിക്കുന്നത്? നിങ്ങൾ വിചാരിക്കുന്ന തങ്ങന്മാരെന്നെ നോട്ടിക്കളി. നമ്മൾ ഏറ്റവും ബഹുമാനിക്കുന്ന തങ്ങൾ കുടുംബം, ആ തങ്ങൾ കുടുംബത്തിലെ അടുക്കളയിലെ അവരുടെ ഭാര്യമാർ 90% പെണ്ണുങ്ങളും വഹാബിച്ചികളാണ്. ആർക്ക് തെറ്റ് പറ്റി? തെറ്റ് ആർക്ക് പറ്റിയാലും തെറ്റെന്നേ മനസ്സിലാക്കണ്ടുള്ളൂ. അതന്ന് വന്നു ഇന്ന് വന്നു അങ്ങനെ ഉണ്ട്. അല്ല, മൂത്താപ്പാൻ്റെ കാലത്ത് തന്നെ ഓരോ കിട്ടിയതാണ്. ആ ജാതി ഭർത്താൻ മൂത്താപ്പാക്ക് തെറ്റ് പറ്റൂല എന്നുള്ള ഇസ്ലാമിൻ്റെ നിയമം ഉണ്ടാകണം. അമ്പിയാക്കൾക്ക് തെറ്റുപറ്റൂല എന്നേ ഇസ്ലാമിലുള്ളൂ. പിന്നീട് ആർക്കും തെറ്റുപറ്റാം. ഇപ്പം നമ്മൾക്ക് എന്താണ് സിദ്ദീഖുൽ അക്ബർ തെറ്റ് പറ്റിയാലും പിന്നീടുള്ള മൂല്യന്മാർക്ക് തെറ്റ് പറ്റൂല എന്നാണ് നമ്മളെ വാദം. അതൊരു പുതിയ വാദം ഇറങ്ങി വന്നതാണ്. സിദ്ദീഖുൽ അക്ബർ തെറ്റുപറ്റി എന്ന് നമ്മൾ സമ്മതിച്ചാലും നമ്മളുടെ ഈ അടുത്ത കാലത്തൊക്കെ മരിച്ചുപോയ, ഈ പ്രത്യേകിച്ച് വിഭജനത്തിന് ശേഷം 2 സുന്നികൾ വിഭജിക്കപ്പെട്ടതിന് ശേഷം മരിച്ച ഒരു നേതാവിന് തെറ്റുപറ്റിയെന്ന് 2 കൂട്ടർ സമ്മതിക്കൂല. അത് മതവിരുദ്ധമായ ചിന്താഗതിയാണ്. ഏതൊരാൾക്കും തെറ്റുപറ്റും. കണ്യത്തിന് മാല്യമാണ് തെറ്റുപറ്റിക്കൂടെ? തെറ്റുപറ്റാം. പക്ഷെ കണ്യത്തിന് തെറ്റുപറ്റിന്ന് ഇപ്പം ഒരു വിളിച്ചാൽ ഇവിടെ കത്തും. അതിന് കാരണം മതമല്ല, പക്ഷപാതിത്വമാണ്. അപ്പം മതം എന്ന പേരിൽ നിങ്ങളിപ്പോൾ കൊണ്ടു നടക്കുന്ന മതമല്ല, പക്ഷപാതിത്വമാണ്. ഞാൻ കണ്യത്തിന് ഉദാഹരണം പറഞ്ഞത് കത്തിൽ കുറച്ച് കുറക്കാനാണ്. എൻ്റെ അപ്പുറത്തേക്ക് പോയാൽ ഞങ്ങൾ അതിനേക്കാൾ കത്തും. അത് അത് മതല്ലടോ. ഇപ്പം ഈ വഹാബി, ഈ സയ്യിദന്മാരൊക്കെ തറവാട്ടിലുള്ള 90% വഹാബി പെണ്ണുങ്ങളാണ്. ഈ പെണ്ണുങ്ങളെ കെട്ടിയത് കുറച്ച് മുമ്പാണല്ലോ. അന്ന് മൂത്താപ്പ ജീവിച്ചിരിപ്പുണ്ടല്ലോ, വരാപ്പ ജീവിച്ചിട്ടുണ്ടല്ലോ. ആ മൂത്താപ്പക്ക് തെറ്റുപറ്റിയിട്ടുണ്ടാവും. നിങ്ങൾക്കുണ്ട? ഇവിടെ തെറ്റ് പറ്റാൻ പാടില്ലാത്ത ഒറ്റ ആളേ ഉള്ളൂ. അതാരാ? മുഹമ്മദ് മുസ്തഫ. പിന്നുള്ള ആർക്കും തെറ്റ. അയ്യോ, സുന്നികൾ എന്ന് പറഞ്ഞ പമ്പര വിഡ്ഢികൾ, ഭൂലോകത്തെ വിഡ്ഢികളാണ് സുന്നികൾ. ഇപ്പോൾ നിലനിൽക്കുന്ന ഈ സുന്നികൾ, പ്രത്യേകിച്ച് മലബാറിലെ സുന്നികൾ. എന്തുകൊണ്ട്? അവർ ഇസ്ലാമിലില്ലാത്ത ധാരണകൾ വെച്ച് പുലർത്തുകയാണ്. അപ്പോൾ കണ്യത്തിന് തെറ്റുപറ്റിയെന്ന് പറഞ്ഞാൽ ആകാശം പൊളിഞ്ഞാടും. അതുകൊണ്ട് കണ്യത്ത് താഴ്ത്തു പോകും. കണ്യത്ത് മാൻ തന്നെ. പക്ഷെ മനുഷ്യൻ എന്ന നിലയിൽ ചില നിലപാടുകളിൽ അവർക്ക് എന്ത് വന്നിട്ടുണ്ടാകാം? അബദ്ധങ്ങൾ, ശ്രദ്ധയില്ലായ്മകൾ വന്നിട്ടുണ്ടാകാം. അതുകൊണ്ടാണ് സംഭവിച്ചത്. ചില ന്യായങ്ങളാണ്. എന്ത് പറയുന്നറിയോ? ഇന്ന് നമ്മളെ സയ്യിദന്മാരെ വലിയ നിങ്ങൾ കൈ മുത്തിക്കൊണ്ട് നടക്കുന്ന
ഈ സയ്യിദന്മാരെ വഹാബിസം ഭരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്താ? പ്രധാനപ്പെട്ട കാരണം അവരുടെ ഭാര്യമാർ അവർ രാത്രി ശയിക്കുന്ന, അവരുടെ കിടപ്പറയിൽ ഇന്നലെ രാത്രി നേരം വെളുക്കുന്നവരെ കൂടെ കിടന്നുറങ്ങിയ ഭാര്യമാരാരാണ്? പക്ക ജുമാക്ക് പോകുന്ന വഹാബികൾ. ഈ പുതിയ തലമുറയിലെ പുതിയ പാവപ്പെട്ട കുട്ടികളാണ്. അവർക്ക് അത്രയേ ഉള്ളൂ. പക്ഷെ അവരെന്തുകൊണ്ടാണ് സ്ത്രീകൾ ജുമാക്ക് പോകാൻ പാടില്ല, പോകേണ്ടതില്ല, അല്ലെങ്കിൽ അത് സുന്നികളുടെ വീക്ഷണം, പാരമ്പര്യ മുസ്ലിമീങ്ങൾ, പാരമ്പര്യമാണ് എന്തിനേക്കാളും പ്രധാനം. പ്രമാണങ്ങളല്ല. പ്രമാണങ്ങളിൽ ആർക്കും പഴക്കാം, പാരമ്പര്യത്തിൽ പഴക്കൂല. പ്രമാണത്തിന് പോലും പ്രമാണത്തിന് പ്രമാണം അതാണ്. അവിടെയാണ് പേച്ച്, അവിടെയാണ് വഹാബികൾക്ക് വെച്ച്. പ്രമാണത്തിനൊരു പ്രമാണമുണ്ട്. ഇപ്പോൾ ചേകനൂരിൻ്റെ മുന്നിൽ പ്രമാണം ഉണ്ടല്ലോ, എന്തില്ല? പാരമ്പര്യം എന്ന പ്രമാണമില്ല. 3 വക്ത് നിസ്കരിച്ചാൽ മതി എന്നതിന് ചേകനൂർ ഓതിയത് ആയത്താണ്. ഇത് പ്രമാണമാണ് ആർക്ക്? ചേകനൂരിന്. പക്ഷെ ഏത് പ്രമാണമില്ല? പാരമ്പര്യം എന്ന പ്രമാണമില്ല. അവിടെ പേച്ച്. അപ്പം ഈ മനസ്സിലാവേണ്ട പറഞ്ഞത്, ഇപ്പോൾ ഈ കുട്ടികൾ ഇങ്ങനെ പറയാനുള്ള പ്രധാനപ്പെട്ട, അവർ കുട്ടികളാണ് ശരി, പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ അവർ പറഞ്ഞു? അവരുടെ മാതാക്കളിൽ നിന്നും, മാതാമഹികളിൽ നിന്നും, കൂട്ടുകുടുംബാദികളിൽ നിന്നും, ഉമ്മാടെ കുടുംബത്തിൽ നിന്നും കണ്ടത് എന്താണ്? ജുമാക്ക് പോകുന്ന പെണ്ണുങ്ങളെയാണ്. അപ്പം ആ കുട്ടികളുടെ മനസ്സിൽ സ്വാഭാവികമായി എന്താണ് ഉണ്ടാവുക? പെണ്ണുങ്ങൾ ജുമാക്ക് പോകാതിരിക്കുക എന്നുള്ളത് പിന്നീട് ആരോ കടത്തിക്കൂട്ടിയ കാര്യമാണെന്ന് ആ കുട്ടികൾ ധരിച്ച. കുട്ടികൾ നിരപരാധിയാണ്. കുട്ടികൾ ആലോചിക്കാതെ മറുപടി, പണ്ഡിതോചിതമായി പറയേണ്ട മറുപടിയാണ് എന്നൊക്കെ പറഞ്ഞത് അതൊരു എഴുത്താണ്. അതൊരു മറുപടിയല്ല. എന്തുകൊണ്ട്? മനസ്സിലായില്ലേ? കുട്ടികൾ അങ്ങനെ പറയും, കാരണം കുട്ടികളുടെ സാഹചര്യം അങ്ങനെയാണ്. ഈ സയ്യിദന്മാരെല്ലാം നമ്മൾ ഏറ്റിക്കൊണ്ട് നടക്കുന്ന സയ്യിദന്മാരുടെ എല്ലാം അവരുടെ അടുക്കളയിൽ അവരുടെ ഭാര്യമായുള്ളത് 90% സയ്യിദന്മാരുടെയും ഭാര്യമാര് പക്ക വഹാബികളാണ്. അപ്പൊ അവരുടെ ഉള്ളിൻ്റെ എന്താണ്? വഹാബിസാണ്. അതങ്ങനെ കേറൂ. അത് വഹാബിസാണ് അവരുടെ ഉള്ളിൽ. അതങ്ങനെ വർക്ക് ചെയ്യുള്ളൂ. ആ വഹാബിസത്തിലേക്ക് ആധുനിക വിദ്യാഭ്യാസം കൂടി കയറി വന്നപ്പോൾ അതെന്തായി മാറി? ലിബറലിസം. നിങ്ങൾ കേട്ടത് മുഴുവനും കൂടി വഹാബിസല്ല, ലിബറലിസാണത്. അപ്പൊ എന്താ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നീ ഇവരെ ഏറ്റിക്കൊണ്ടാണെന്ന് ഇവരെയും കയ്യും മുത്തി ഇവരെ കൊണ്ട് ഉദ്ഘാടനമൊക്കെ ചെയ്യിപ്പിച്ചിട്ട് ഇവിടെ സുന്നിയെ നിലനിർത്താൻ കഴിയില്ല. അതിന് അവരെ മാറ്റി നിർത്തണം. അവരെ ബഹുമാനിക്കും വേണം, അവരെ ബഹുമാനിക്കണം. ഞാൻ പക്ക വഹാബിയാണെന്ന് അവർ പരസ്യമായി പറയാത്ത കാലത്തോളം അവരെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പക്ഷെ അവരിലൂടെ ഒരു പ്രൊഡക്റ്റായി പുറത്തു വരുന്നത് എന്തായിരിക്കും? വഹാബിസം. അതിനെ നമ്മൾ സ്വീകരിക്കണ്ട, അവരെ നമ്മൾ ബഹുമാനിക്കണം. ഈ സയ്യിദന്മാരെ മുഴുവൻ ബഹുമാനിക്കണം. പക്ഷെ അതേ സമയത്ത് അവരെ നമ്മൾ ഉൾക്കൊള്ളരുത്. എന്തുകൊണ്ട്? അവരെ ഉള്ളിൽ ആക്ട് ചെയ്യുന്നത് വഹാബിസാണ്. അതിനെ ഇവരെ മാറ്റി നിർത്താൻ സമസ്ത പോലത്തെ സംഘടനകൾക്ക് നിലവിൽ കഴിയൂല. നിങ്ങൾ 460 കോടി പിരിച്ച് വോട്ടടക്കാൻ ശ്രമിക്കരുത്. അതൊരു വോട്ടടക്കലാണ്. അതുകൊണ്ട് ഉമ്മത്ത് മുന്നോട്ട് പോയില്ല. മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ പുറത്ത് പോയി, നിങ്ങളെ ഞങ്ങൾക്ക് പറ്റൂല. KM മൗലവിക്കെതിരെ ഉണ്ടാക്കിയതാ സംസ്ഥ. ആ KM മൗലവിയുടെ മനാക്കിബ് പറയുന്ന ഗ്രന്ഥം സമസ്തയുടെ യുവജന സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രകാശനം ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാറി നിൽക്കി എന്ന് പറയാൻ കഴിയണം. അത് കഴിയാത്ത കാലത്തോളം ഇവിടെ സുന്നി സത്യത്തെ തടഞ്ഞ് നിലനിർത്താൻ സമസ്തയെ പോലത്തെ സംഘടനകൾക്ക് കഴിയില്ല. ഒരു സുന്നി സംഘടനക്ക് കഴിയില്ല. ഇപ്പോഴും അവർ മനാക്കിബ് പാടുകയാണ്. ഈ വഹാബിസം ഇവരിൽ നിന്ന് പുറത്ത് വന്നിട്ടും അവരുടെ മാറ്റം പാടാണ്. അതിന് ന്യായവും ഇല്ല. സയ്യിദന്മാരെയൊക്കെ ഒരു സയ്യിദിന് മറ്റൊരു സയ്യിദിനേക്കാൾ ഒരു പ്രത്യേകതയും ഇല്ല. ഇല്ലാ ബിത്തഖ്വ. എല്ലാവരും സയ്യിദന്മാരാണ്. ആരാ സയ്യിദല്ല? സയ്യിദായതെല്ലാം തൊട്ടപ്പുറത്ത് 4 കട 4 ഫർലാങ് അപ്പുറത്ത് ഒരു ചായപ്പീടിക നടത്തുന്ന സയ്യിദും നിങ്ങളിപ്പോൾ കയ്യും മുത്തിയ സയ്യിദും തമ്മിൽ ഒരു വ്യത്യാസമില്ല. അവരെല്ലാം ഔലാദു ഫാത്തിമ. മറ്റത് റഹ്ബാനിയത്താണ്, പൗരോഹിത്യം.
മനസ്സിലായില്ല? ഇന്നാലിൻ്റെ കുടുംബത്തിലെ സയ്യിദന്മാർ മഹാന്മാരാണ്, മറ്റൊക്കെ സാധാരണ സയ്യിദന്മാരാണ് എന്നാണ് ഇന്ന് നിങ്ങൾ സമസ്തയടക്കം പ്രചരിപ്പിക്കുന്നത്. അങ്ങനെയാണ്. അത് പുറത്ത് പറഞ്ഞാലോ പറഞ്ഞില്ലെങ്കിലും ഈ കഴിഞ്ഞ അടുത്ത കാലത്ത് പോലും ഒരു സമ്മേളനത്തിൽ അതൊരു പ്രത്യേക സയ്യിദ് കുടുംബമാണ് എന്ന് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ജഹിലാണ്, അത് റഹ്ബാനിയത്താണ്, അത് ദീനല്ല. അങ്ങനെ വരുമ്പോൾ ഇവർ ചെയ്തതെല്ലാം ശരിയാണെന്ന് സാധുക്കൾ ധരിക്കും. ഇപ്പം നിലവിൽ വളർന്നു വരുന്ന യൂത്ത് ഇതായിരിക്കും ദീനെന്ന് ധരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം സുന്നീന് പറഞ്ഞ് മേലെ നടക്കുന്നവരെ ഇവർ ബഹുമാനിക്കാണ്, ഇവരിലൂടെ വഹാബിസം പുറത്തേക്ക് വരുന്നുണ്ട് ആവുകയാണ്. അപ്പോൾ പിന്നെ പുതിയ യൂത്തിൻ്റെ മതം വഹാബിസാവും, അല്ലെങ്കിൽ ലിബറൽ വഹാബിസാവും. എങ്ങനെ നമുക്ക് ഈ അരുതേന്ന് പറയേണ്ടതിനോട് അരുതേന്ന് പറയാത്ത കാലത്തോളം ഒരു സമൂഹത്തിന് ആ സമൂഹത്തിൻ്റെ ഐഡൻറ്റിറ്റിയിൽ മുന്നോട്ട് കഴിയില്ല. മറ്റു പലതുമായി മുന്നോട്ട് പോകാം. അത് വളരെ നിങ്ങൾ ഗൗരവമുള്ള സത്യങ്ങളാണ് ഞാനീ പറഞ്ഞത്. ഞാനൊരു ഇൻ്റർവ്യൂമേൽ വർത്താനം പറയല്ല. അതൊക്കെ ചെറിയ കുട്ടികളാണ്. പക്ഷെ ആ കുട്ടികളുടെ മതം ലിബറലിസമാണ്. അവരുടെ അകത്തളത്തിൽ അവർ കെട്ടത് ആ ലിബറലിസത്തിൻ്റെ ഒരു പൂർത്തീകരണമാണത്. എന്ത്? പെണ്ണുങ്ങൾക്ക് ജുമാക്കാൻ പാടില്ല, അവരെ കൊണ്ടുപോകില്ല എന്ന സുന്നി രീതി. ഇപ്പോൾ ചില ആളുകൾ അതിനെ പറയാണ് നിരുപാധികം പോകരുത് എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. നിരുപാധികം ഉപാധികം എന്നതിലൊന്നും നമ്മളെ പെണ്ണുങ്ങൾ പണ്ട് കാലം മുതൽ എന്തിലില്ല, ജുമാക്കോ അല്ല, അത്രയല്ലേ ഉള്ളൂ. ഒരാൾ എഴുതിയേക്കാൾ നിരുപാധികം ജുമാക്ക് പോകരുത് എന്ന വാദമൊന്നും ഇസ്ലാമിലില്ല. നിരുപാധികം ഉപാധികം എന്നൊക്കെ പറഞ്ഞ കടലാസിലാണ്. ജനം നിരുപാധികാണെങ്കിലും ഉപാധികാണെങ്കിലും സ്വാഭാവികാണെങ്കിലും ജനങ്ങൾ എന്തിന് നമ്മളെ പെണ്ണുങ്ങൾ ജുമാക്കൂല. മലയാളക്കര കണ്ട ഏറ്റവും വലിയ മഹാന്മാരായ സെയ്ദുമാരിൽ ഒരാളാണ് നമ്മൾ കണക്കാക്കുന്ന ഒരു സെയ്ദാണല്ലോ ബാഫിക്ക് തങ്ങൾ. അവർക്ക് 4 ഭാര്യമാരുണ്ടായിരുന്നു, ജുമാക്കൂല്ല. അവരെ മക്കളിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കല്യാണം കഴിച്ചത്. അത് ആബിദത്തും സ്വാലിഹത്തും ആയിരുന്നു. അവർ മരിച്ചിട്ടൊരു ഫോട്ടോ കൊടുക്കാൻ പത്രക്കാർക്ക് കഴിഞ്ഞില്ല. ആ മഹദി, അള്ളാഹു ഒരു ദർജയേറ്റി കൊടുക്കട്ടെ, ആ മഹദി മരിച്ചിട്ടൊരു ഫോട്ടോ പത്രക്കാർക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? ഒരു ഫോട്ടോ, ഒരു അച്ഛൻ്റെ ഫോട്ടോ വരെ കൊടുക്കാൻ പത്രക്കാർക്ക് കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? അത്രയും സൂക്ഷ്മതയിലാണ് ആ മഹദി ജീവിച്ചത്. ജീവിതത്തെ ഒരു ജുമാക്ക് പോയിട്ടില്ല. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ മതം തന്നെ പെണ്ണ് ജുമാക്ക് പോകാത്ത, ജമാഅത്തിന് പോകാത്ത മതമാണ് ഏത് മതം? സുന്നി മതം. അതാണ് സുന്നി ഇസ്ലാം. അതാണ് 1400 കൊല്ലം. അത് ഇനി അതിൽ സീൽ വെച്ചതിൽ പുറത്തി തുറക്കാൻ നിരുപാധികോ സ്വാഭാവികോ ഇതൊക്കെ കടലാസിലെ വർത്തമാനങ്ങളാണ്. അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. പോയോ ഇല്ലേ, എത്രയേ ഉള്ളൂ. പോയോ ഇല്ല. ഈ നൂറ്റാണ്ട് കഴിഞ്ഞ നൂറ്റാണ്ട് പോയോ ഇല്ല. സുന്നി പെണ്ണുങ്ങൾ പോയോ ഇല്ല. കഴിഞ്ഞ നൂറ്റാണ്ട് പോയോ ഇല്ല. അതിൻ്റെ മുകളിൽ നൂറ്റാണ്ട് പോയോ ഇല്ല. അതിൻ്റെ നൂറ്റാണ്ടിൽ പോയോ ഇല്ല. ഇല്ല 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 ഇല്ല. ഇത് 15-ാം നൂറ്റാണ്ടാണല്ലോ. അപ്പം നമ്മൾ കടലാസിൽ എന്ത് എഴുതി വെച്ചാലും നമ്മളെ പെണ്ണുങ്ങൾ ജുമാക്കും ജമാഅത്തിനും പോവില്ല. നമ്മൾ ലോകം കണ്ട മഹാന്മാർ നമ്മൾ ആയുസ്സിൽ കടന്നു പോയിട്ടുണ്ട്. അവർ സയ്യിദന്മാരുമാണ്. അവരുടെ ഭാര്യമാർ ലോക അറിയപ്പെട്ട സയ്യിദന്മാരെ പെണ്ണുങ്ങളാണ്. അത്രയും മഹതികൾ ആ പെണ്ണുങ്ങൾ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയവും ഇല്ല. എന്നിട്ടും അവർ എന്തിനു പോയിട്ടില്ല? ജുമാക്ക് പോയിട്ടില്ല. ജുമാക്ക് അതൊരു രീതിയല്ല. ഒരു നന്മ നടക്കുന്നിടത്ത് അവർ പോകണം, അതിന് പോയിച്ചിട്ടുണ്ട്. നമ്മുടെ അരയിടത്ത് പാടത്തെ പന്തലിൽ ക്ലാസ് തീരുന്നവരെ തുടക്കം മുതൽ ഒടുക്കം വരെയും അവർ ഇരുന്ന് ക്ലാസ് കേട്ട ചരിത്രം ഉണ്ടായിട്ടുണ്ട്. ആര്? ഷെരീഫ ഫാത്തിമ ബീവി. ആരുടെ മകൾ? സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖ് തങ്ങളുടെ മകൾ. ആരുടെ ഭാര്യ? സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഭാര്യ. റമളാനിൽ നമ്മളെ ക്ലാസ്സിന് വന്നിരുന്നിട്ട് കഴിയണത് വരെ ശിഹാബ് തങ്ങൾ അവരെയും കൊണ്ടുവന്നു. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് അവർ സന്തോഷം 2 കാർ കയറിപ്പോയി. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതേ സമയത്ത് ഈ ശിഹാബ് തങ്ങൾ കാർ കയറ്റിയിട്ട് എന്തിനുണ്ടായിട്ടില്ല?
ജുമയെ കണ്ടിട്ടില്ല. അവർ നമ്മളെ കണ്ട കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സയ്യിദുമാണ്. ഈ പെണ്ണിൻ്റെ വാപ്പ, ഈ മഹദിയുടെ വാപ്പ മലയാളക്കര കണ്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു മഹാനാണ്. മഹാൻ വ്യക്തിവിദ്യരാ പറയണത്, കുടുംബമല്ല പറയണത്, തറവാടല്ല പറയണത്. ആ മഹാനാണ്. എന്നിട്ട് ചെയ്തിട്ടില്ല. അപ്പം അതല്ലേ നമ്മളെ രീതി. അപ്പം ഞാൻ അതിലെ വാതിൽ പൊട്ടിക്കാൻ പാടില്ല. ഭരണിയിൽ അടച്ച് ഭദ്രമാക്കിയ ഭൂതത്തിനെ പിന്നെ പുറത്തെടുക്കാൻ പാടില്ല. അത് അടച്ചു പോയതാണ്. നമ്മളെക്കാൾ ഉത്തമരായ ആളുകൾ അത് ചെയ്തിട്ടില്ല. അപ്പൊ ഇപ്പോഴുള്ള ഈ താല്പര്യങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണ്? ആ കുട്ടികളൊക്കെ പരിചയപ്പെടുന്നത് എന്താണ്? വഹാബി ദീനാണ്. അവരുടെ ഉമ്മ വഴിയോ കുടുംബം വഴിയൊക്കെ അങ്ങനെയാണ്. അപ്പം നമ്മളത് മനസ്സിലാക്കി. ആ സയ്യിദിനെ നമ്മൾ അവമതിക്കേണ്ടതുണ്ടോ? ഒരിക്കലും ഇല്ല. ആ സയ്യിദന്മാരൊക്കെ നമ്മൾ ബഹുമാനിക്കണം. പക്ഷെ നിലപാടിൽ പറ്റൂല. നമ്മൾ സുന്നികളാണ്, നിങ്ങൾ വെള്ളം ചേർക്കപ്പെട്ടു പോയി, ഞങ്ങളെ നമുക്ക് മുന്നിൽ നിർത്താൻ പറ്റൂല. നിങ്ങൾ വഹാബി ആയാലും വേണ്ടില്ല, നിങ്ങൾ തന്നെയാണ് ഉദ്ഘാടനം ചെയ്യേണ്ടത്. നിങ്ങൾ വഹാബി നിൽക്കൻ്റെ കെ എം മൗലവിയുടെ പുസ്തകം നിങ്ങൾ പ്രസിദ്ധീകരിച്ചാലും വേണ്ടില്ല, അത് പ്രകാശനം ചെയ്താലും വേണ്ടില്ല, ഉദ്ഘാടനങ്ങൾ തന്നെ എന്ന് പറയുന്നത് അത് ദുനിയാവ് എന്നതിന് പറയാം, ദീന് എന്ന് പറയില്ല. അത് പറയാനുള്ള അണ്ടിയുറപ്പില്ലാത്ത കാലത്തോളം നിങ്ങൾ 4600 കോടി പിരിച്ചാലും നിങ്ങൾ വമ്പൻ പരാജയമാണ്. പമ്പര വിഡ്ഢികളെ, നിങ്ങൾ വിഡ്ഢികളാണെന്ന് അടുത്ത ജനത പറയും. നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം നിങ്ങൾ കക്കൂസിൻ്റെ അടിയിലേക്ക് ഇറങ്ങിപ്പോൾ എന്ത് പണടൂ? പണാണോ വലുപ്പത്തരം? നിന്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഈ വഹാബികളും അർദ്ധവഹാബികളും ആണെങ്കിൽ നിന്റെ ഐഡൻറ്റിറ്റിക്ക് എന്ത് വിലയുള്ളത്? നീ 46,000 കോടി പിരിച്ചിട്ട് എന്താ കാര്യം? അതൊക്കെ ഫിത്നന്റെ സാധനമല്ലേ? ഇന്ന ലികുല്ലി ഉമ്മത്തിൻ ഫിത്നതൻ വഫിത്നതു ഉമ്മത്തി അൽമാൽ എന്ന് പുണ്യ റസൂൽ. ഏതൊരു സമുദായത്തിനും നാശത്തിനൊരു ഹേതു ഉണ്ടാവും. വഫിത്നതു ഉമ്മത്തി അൽമാൽ, എൻ്റെ സമുദായത്തിൻ്റെ നാശഹേതു പണമായിരിക്കും. എന്നിട്ട് അതിൽ അഭിമാനിക്കുക. നിങ്ങൾക്ക് ഇത്ര വലിപ്പുണ്ടല്ലോ. അല്ല, നിങ്ങളൊക്കെ ഇത്ര വലിപ്പുണ്ടല്ലോ. നിങ്ങൾ ഒരു കരിക്കഷ്ണം എടുത്തിട്ട് ചുമരുമ്പോൾ നേരെ നിന്നിട്ട് ഒന്ന് വരക്കുക. നമ്മളെ വലിപ്പത്തരം നമ്മൾ കോടികൾ പിരിച്ചതാണ് എന്ന് പറയുന്ന വിഡ്ഢികളെ, നിങ്ങൾ വിഡ്ഢികളാണടാ. അടുത്ത തലമുറ പറയും പമ്പര വിഡ്ഢികളായിരുന്നു വരും. നിലക്ക് നിർത്തേണ്ടവരെ നിലക്ക് നിർത്താൻ കഴിയാത്ത, അതാണ് ഒരു കൂട്ടായ്മയുടെ ഐഡന്റിറ്റി. അതാണ് ആ കൂട്ടായ്മയുടെ മികവ്. ഇനി കഴിയാത്ത കാലത്ത് എനിക്ക് ഇവരോട് ഒന്നും ഇവരോടല്ല, ദീനിവിടെ നയിക്കാൻ പോവാണ്. ദീൻ നശിക്കും. ഈ നിലക്ക് പോയാൽ ദീൻ നശിക്കും. നമ്മൾ സുന്നികളാണ്. ലോകത്ത് മറ്റേത് സുന്നികളെ പോലെയല്ല നമ്മളെ സുന്നികൾ. നമ്മൾ മലബാറിലെ സുന്നികളാണ്. മലബാറിലെ സുന്നികൾ എന്ന് പറഞ്ഞാൽ ആ കടുകട്ടി പാരമ്പര്യ ഇസ്ലാമിനെ അങ്ങനെ തന്നെ നിലനിർത്തിയ സുന്നികളാണ്. അതങ്ങനെ തന്നെ, അതിൽ യാതൊന്നും ഇല്ല. മഖ്ദൂമിന്റെ അടിത്തറ ഇബ്നു ഹജറാണ്. നമ്മൾ മഖ്ദൂമി പാരമ്പര്യത്തിലാണ് ആണോ അല്ലേ? അതാദ്യം തീരുമാനിക്കും. ഇപ്പൊ കുറച്ച് പമ്പര വിഡ്ഢികളുണ്ട്, ചില വിഡ്ഢികൾ. ഇബ്നു തൈമിയ അങ്ങനെയായിരുന്നു, ഇബ്നു തൈമിയ കൊങ്ങനെയായിരുന്നു പറയും. ഇതൊക്കെ എത്ര വലിപ്പണ്ടല്ലടാ, വെളുത്ത താടിയും വെച്ച് ജനങ്ങളെ പറ്റിക്കാൻ. നമ്മളെ മലബാറിലെ ദീനി മഖ്ദൂമി ദീനല്ലേ? ഇപ്പൊ ആണോ അല്ലേ? മഖ്ദൂമിന്റെ ഉസ്താദാരാ? ഇബ്നു ഹജർ തങ്ങൾ. ഇബ്നു ഹജർ തങ്ങൾ വാലും മുള്ളിലും പേച്ചോനും പേപ്പിക്കുന്നവനും എന്ന് പറഞ്ഞ ആളാണ് ആര്? ഇബ്നു തൈമിയ. ഇനി എന്തിനാ വാതിൽ തുറക്കണം? നിങ്ങൾക്ക് പൈസ കിട്ടണം, പണം കിട്ടണം. നിങ്ങൾ വഹാബി കോർപ്പറേറ്റുകളെ ബാക്ക് പോയി നിന്നിട്ട് മുണുങ്ങണം. ഈ ഒരു നിഷ്കർഷത നമുക്കില്ലായിരുന്നുവെങ്കിൽ എന്തിനാണ് ഈ സമസ്തയൊക്കെ ഉണ്ടാക്കി ജനങ്ങളെ പറ്റിച്ച്? ഇബ്നു തൈമിയ പേച്ചോനല്ല എങ്കിൽ പിന്നെ എന്തിനാ സമസ്ത ഉണ്ടാക്കി? ഇബ്നു തൈമിയ പേച്ചവനല്ലെങ്കിൽ എന്തിനാണ്? വേറെയുള്ള നാടുകളിൽ മറ്റേ രീതിയാണ്. ഒക്കെ ആയിക്കോട്ടെ, നമ്മുടെ രീതി ആരുടേതാണ്? മഖ്ദൂമിൻ്റെത്. മഖ്ദൂമിൻ്റെ ഉസ്താദ്, രണ്ടാം മഖ്ദൂം എന്ന ഫതുൽ മുഈൻ്റെ മഖ്ദൂം, അവരുടെ ഉസ്താദാണ് ആര്? ഇബ്നു ഹജറിൽ ഹൈതമി.
ആ ഇബ്നു ഹജർ അതാണ് നമ്മളെ മലയാളത്തിലെ സുന്നി. വേറെയുള്ള നാട്ടിൽ ഏതോ സുന്നി ഉണ്ടായിക്കോട്ടെ, നിങ്ങൾക്കെന്താ? ഇപ്പം മൂത്താപ്പാൻ്റെ രീതി വേറെയും നമ്മളെ ബാപ്പാൻ്റെ രീതി ഏറെയാണെങ്കിൽ നമ്മളെ തറവാട് നിലനിന്ന് പോകാൻ കാരണം നമ്മളെ ബാപ്പാൻ്റെ ഒരു ഐഡൻറ്റിറ്റി ആവുമല്ലോ. നമ്മളെ ബാപ്പാൻ്റെ പറയും മൂത്താപ്പാക്ക് അങ്ങനെ നിസ്കാരവും രീതിയൊന്നും ഉണ്ടായില്ല. അപ്പോൾ ആ കുട്ടികളും അങ്ങനെയാണ്. നമ്മളെ പേരിൽ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഒരാൾക്ക് ചോറ് കൊടുക്കില്ല. എങ്കിൽ നമ്മൾ ഖിയാമത്ത് നാൾ വരെ ഈ കുടുംബം ഇവിടെ നിലക്കണമെങ്കിൽ ആരെ രീതി തുടരണം? നമ്മളെ പറക്കുട്ടി മൂത്താപ്പ നിസ്കരിച്ചിരുന്നു. പക്ഷെ അങ്ങനെ നിയമമൊന്നും ആർക്കില്ല. മൂത്താപ്പ ചിലപ്പോൾ ചോറ് കിട്ടുക നിസ്കരിക്കും, ചിലർ നിസ്കരിക്കൂല. ചില കുട്ടികൾ പെണ്ണുങ്ങൾ തല തട്ടിടൂല. ചിലർ കണ്ടവരൊക്കെ മോട്ടോർ സൈക്കിളിൽ കയറി ബാക്കിൽ പോയി. അതിനൊന്നും മൂത്താപ്പാക്ക് തറവാട്ടിന് മുന്നിൽ ആരാൻ്റെ മോട്ടോർ സൈക്കിളിൻ്റെ ബാക്കിൽ മകൾ വന്നിറങ്ങിയാലും മൂത്താപ്പാക്കിൽ ബേജാറൊന്നുമില്ല. നമ്മളെ വാപ്പ അങ്ങനെയല്ല, തലടൊട്ടും. എങ്കിൽ നമ്മളെ ഐഡൻറ്റിറ്റി മൂത്താപ്പാൻ്റെ ഐഡൻറ്റിറ്റി ഒന്നാണോ രണ്ടാണോ? എല്ലാം ഒരു വല്യാപ്പാൻ്റെ മക്കളാണെങ്കിലും. അപ്പം നമ്മൾ ഈ കുടുംബ മഹിമ ആ നാട്ടിൽ നമ്മളെ ബാപ്പാൻ്റെ ഒരു മഹിമുണ്ട്, മറ്റേ ആൾക്ക് ആ മഹിമയില്ല. മൂപ്പരക്കാലം വരെ ജനങ്ങൾ വോട്ട് ചോദിക്കുമ്പോൾ പോകുന്നല്ലാതെ ഒരു ഇസ്ലാമിക കാര്യത്തിനൊന്നും മൂത്താപ്പാനെ മുന്നിൽ വെക്കലില്ല. നമ്മളെ വാപ്പ മരിക്കണത് വരെ പള്ളി, മഹല്ല്, ദീന്, മോലിയർ, സമ്മേളനം, തങ്ങന്മാർ, മൂല്യന്മാർ ആര് വന്നാലും മുന്നിലുള്ള ആളുകളാണ് ആര്? നമ്മളെ വാപ്പ. മരിക്കണവരെ വാപ്പ അങ്ങനെയായിരുന്നു. ഇപ്പോൾ വാപ്പ കഴിഞ്ഞപ്പോൾ കാക്കാനെ അതേ സ്ഥാനത്ത് വെച്ചിട്ടുണ്ട്, മഹല്ലും നാടും ഒക്കെ. അപ്പോൾ നമ്മളെ കൂട്ടത്തിൽ ഇനി ഒരുത്തം വാദിക്കാണ് എന്ത്? മൂത്താപ്പി മുസ്ലിം എന്നല്ലേ എന്ന് പറഞ്ഞാൽ മൂത്താപ്പ മുസ്ലിം കൈക്ക് പോയിക്കോട്ടെ. പക്ഷെ മൂത്താപ്പാൻ്റെ രീതിയല്ല ആരുടെ രീതി? നമ്മളെ ബാപ്പാൻ്റെ രീതി അതല്ല. നമ്മളെ ബാപ്പാൻ്റെ രീതി കൃത്യമാക്കിയത് കൊണ്ടാണ് നമ്മൾക്ക് ബാപ്പ മരിച്ചിട്ട് 30 കൊല്ലമായി ഇപ്പോഴും മഹല്ലിൽ സ്ഥാനമുണ്ട്, ദീനി രംഗത്തൊരു സ്ഥാനമുണ്ട്, നന്മ ആഗ്രഹിക്കുന്നവർക്ക് സ്ഥാനമുണ്ട്. ഹജ്ജിനൊരാൾ പൈസ കിട്ടുകയാണെങ്കിൽ അവരെ നമ്മളെ തറവാട്ടിനൊന്ന് പറയും. എന്തുകൊണ്ട്? അത് പാരമ്പര്യമായി അവിടെ ദീനുള്ള തറവാടാണ്. അതേ തറവാട്ടിലെ വല്യപ്പാൻ്റെ മകൻ അപ്പുറത്ത് വേറൊന്നുണ്ട്, ആ വൈക്കാരും പോലെന്നല്ല. അപ്പൊ രണ്ടല്ലേ. നമ്മളെ ബാപ്പ ഇബ്നു മഖ്ദൂം അല്ലേ? പറയും, മഖ്ദൂമിന്റെ ഉസ്താദ് ഇബ്നു ഹജർ അല്ലേ? ഇബ്നു ഹജർ പേച്ചോന് പേപ്പിക്കുന്നവന് എന്ന് പറഞ്ഞവനല്ലേ ആര്? ഇബ്നു തൈമിയ്യ. ഇങ്ങനെ വാതിൽ എന്തിനാണ് തുറക്കണേ? തിന്നാന്, പൈസക്ക്. അറബി പൊന്ന് കിട്ടണം, അതെന്നെ പൂതി. അല്ലാതെ ഇബ്നു ഹജർ തങ്ങൾ പറയുന്നത് അപ്പുറത്തേക്ക് പോകേണ്ട ഒരു ഉമ്മത്തിനിവിടെ ഈ നിഷ്കർഷതയിൽ നമുക്ക് വാർത്തു കൊണ്ടുവരാൻ കഴിഞ്ഞത് നമ്മളെ നേതാവ് ആരായതുകൊണ്ടാണ്? ഇബ്നു ഹജർ ആയതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഈ സമസ്ത ഇവിടെ ഉണ്ടാക്കാൻ കഴിയൂല. ഇപ്പം നിങ്ങൾ ഇങ്ങനെ പറയണ്ടല്ലോ, വലിയ ആളായി ചിലക്കുണ്ടല്ലോ ഈ മൈക്കൻ്റെ മുന്നിൽ ഇരുന്നിട്ട്. നിങ്ങൾക്ക് എനിക്ക് കഴിയൂല. ഇവിടെ പഴയ കാലത്തെ അഴക്കുഴമ്പനായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു സമസ്ത ഉണ്ടാക്കാൻ കഴിയില്ല. ഇപ്പൊ ഓരോരുത്തരും വലിയ കോജമാരായി പറയാ, ഇവിടുത്തെ മാനാണ്, മറ്റതാണ്, അങ്ങനെയാണ്. എന്താണ് നിങ്ങൾ ഈ അടിത്തറയിൽ ഇരിക്കുന്ന ഈ സമസ്ത, ഈ സാധനത്തെ സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് കഴിയും, നമ്മളെ മുൻഗാമികൾക്ക് കഴിയില്ല. ആ അഴകുഴമ്പ നയത്തിലായിരുന്നുവെങ്കിൽ ഇതിന് സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, അതിൽ തന്നെ നിലനിന്നു. അതിനുവേണ്ടി കോടാനക്കോടി സമ്പത്ത് ഉമറാക്കൾ ചെലവാക്കി മുണ്ട് മുറുക്കി ഉടുത്തിട്ടാണ് ഇതൊക്കെ നടത്തിയത്. ഈ ഇബ്നു തൈമിയ്യ വാല്യം ഉള്ളിലുമാണെന്ന് പ്രസംഗിക്കാൻ വേണ്ടി കോടിക്കണക്കായ സമ്പത്തൊഴുക്കി മുൻഗാമികളായ സ്വാലിഹ്യങ്ങൾ, ഉമറാക്കൾ എന്തേ ഇല്ലേ? അവരോടൊക്കെ മഹ്ശറിൽ എന്താ മറുപടി അറിയാം? ഇവിടുന്ന് അങ്ങോട്ട് മാറ്റിയാൽ നമുക്കിവിടെ എന്തുണ്ടാവില്ല? സമസ്ത എന്ന സംഘടന ഉണ്ടാവും. എന്തുണ്ടാവില്ല? അഹ്ലുസുന്നത്ത് വൽ ജമാഅ എന്ന ഇബ്നു ഹജരി രീതി ഉണ്ടാവില്ല. അത് കഴിഞ്ഞാൽ മലബാറിന്റെ ഐഡന്റിറ്റിയും കഴിഞ്ഞു. അപ്പൊ മലബാറിന്റെ ഐഡന്റിറ്റി പൊളിക്കാനുള്ള ഒരു ശ്രമമാണിത്. അത് മനസ്സിലാക്കണം. ഇവരോടൊക്കെ വർത്താനം പറയുമ്പോൾ കുറച്ച് അതബോട് കൂടി വർത്താനം. എന്ത് അതബ്! വേറൊരുത്തം പ്രസംഗിച്ചത് ഇങ്ങനെയാണ്, പണ്ഡിതന്മാരാണ്, അവരോടൊക്കെ അവർക്കൊരു അതബ് ഉണ്ടായിട്ടില്ലല്ലോ, അതിനേക്കാളും വലിയൊരു വർത്താനം പറയാം. ഇവരാരാ?
ഇവരിത്ര അതബോട് കൂടി ഇവരോട് സംസാരിക്കാൻ പാടുള്ളൂ. ഇവിടെ മാനായ ശൈഖുന ശംസുല്ലമാൻ അഹമ്മദുള്ളാഹിനെ പോലത്തോലോട് ഇവരതിലും വലിയ വർത്താനം പറഞ്ഞിട്ടുണ്ടല്ലോ. അന്ന് ഇവർക്കില്ലാത്ത ഇപ്പം നമുക്ക് ഇവരെ ഉണ്ടാകേണ്ട ആവശ്യമുണ്ട്. ഇവിടെ ദീൻ പൊളിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ അത് കരുതി കൂട്ടിയ. മലബാറിലെ ദീൻ പൊളിഞ്ഞാൽ ലോകത്ത് ഒരു പാൻ ഇസ്ലാം ഉണ്ടാവും, യഥാർത്ഥ അഹ്ലുസുന്ന ഉണ്ടാവില്ല. അതായത് എല്ലാവർക്കും യോജിക്കാവുന്ന ഒന്നുണ്ടാവും. മലബാറിൻ്റെ ഐഡൻറ്റിറ്റിയാണ് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി. അതന്നെ നമ്മൾ നീറ്റ് അതിലാണ് നമ്മളെ മുൻഗാമികളൊക്കെ മുന്നോട്ട് പോയത്. അതിനെതിരായപ്പോൾ സ്വന്തം ബാപ്പ എതിരായ മകന് ബാപ്പ സ്വത്ത് കൊടുക്കാത്ത സംഭവം എഴുതി വെച്ചു. എന്തേ ഇല്ലേ? അഹമ്മദ് കോയ ശാലിയത്തി, ഞാൻ പറയാതൊക്കെ അഹമ്മദ് കോയ ശാലിയത്തി മകൻ ബാബിയൊന്നും വായിച്ചില്ല, ആ ബുക്ക് വായിക്കരുത് എന്നാണ്. പിന്നെ ഒരിക്കലും മകൻ ബുക്ക് വായിച്ചു പുറത്താക്കി. അവനെൻ്റെ മുതൽ കൊടുക്കരുത് എന്ന് എഴുതി വെച്ചു. ആര്? സ്വന്തം മകന്. ആര്? മലയാളക്കര കണ്ട ഏറ്റവും വലിയ പണ്ഡിതനായ അഹമ്മദ് കോയ ശാലിയത്തി. അപ്പം നിങ്ങളിപ്പോൾ എവിടെയുള്ളത്? ആ ഒരു കണിശമായ രീതി നമുക്കുണ്ടായത് കൊണ്ടല്ലേ ഈ ഒരു നന്മ ഇവിടെ നിലനിർത്താൻ നമുക്ക് കഴിഞ്ഞ്? സത്യമല്ലേ? ഇപ്പം നിങ്ങൾ പോലത്തെ ഒരു മനുഷ്യത്തിലുണ്ടായ നന്നായി. ഞാൻ സാധാരണക്കാർക്ക് അറിയാത്തൊരു വരാത്. സ്വന്തം മുതൽ കൊടുക്കരുത് എഴുതി വെച്ചു. ആര്? ബാപ്പ തൻ്റെ മുതുക് പറന്ന മകന് കൊടുക്കരുത്. എൻ്റെ വഹാബിയത്തിന് സാധ്യതയുള്ള ഒരു പുസ്തകം വായിക്കുന്നതായി കണ്ടു, നീ വായിക്കരുത്. പിന്നെ ഒരിക്കലും വായിക്കണ്ടപ്പോൾ പുറത്താക്കി. ഇബ്നു തൈമിയ പേച്ചോനല്ല, ഒക്കെ നല്ലോനാണ് എങ്കിൽ ആരെപ്പോടെ കുറ്റക്കാരൻ? ശാലിയത്തി. നമുക്ക് ഇതെല്ലാം വെളിക്ക് നിർത്താൻ നമുക്ക് കഴിഞ്ഞതും നമ്മളൊരു ഭദ്രമായ സമുദായമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞതും നമ്മൾക്ക് ഇബ്നു ഹജരിയൻ നയമുള്ളത് കൊണ്ടാണ്. അവിടുന്ന് പുറകോട്ട് പോയാൽ നമ്മൾ നശിക്കും. നമ്മളെ നശിപ്പിക്കാൻ അള്ളാഹിൻ്റെ തൗഫീഖോട് കൂടി നമ്മൾക്ക് ഈ നിലക്ക് മുന്നോട്ട് പോയാൽ, അതായത് ഈ അഴകുഴമ്പൻ നയത്തിലുള്ള സയ്യിദന്മാരെ ബഹുമാനിക്കരുത് എന്നല്ല ഞാൻ വാദിക്കുന്നത്. അവരെ നമ്മളെ കൂട്ടത്തിൽ കൂട്ടരുത്. അവരെ കൊണ്ട് പള്ളി ഉദ്ഘാടനം ചെയ്യിക്കരുത്, അവരെ കൊണ്ട് മദ്രസ ഉദ്ഘാടനം ചെയ്യിക്കരുത്, അവരെ കൊണ്ട് കല്യാണം ഉദ്ഘാടനം ചെയ്യിക്കരുത്, അവരെ കൊണ്ട് നിക്കാഹ് ചെയ്യിപ്പിക്കരുത്. അവർ പൂർണ്ണ സുന്നികളാണെന്ന് നമുക്ക് ബോധ്യം ചെയ്യുന്നവരെ. അങ്ങനെയാണെങ്കിൽ അയക്കുഴമ്പൻ നയമുള്ള സയ്യിദിനെ കൊണ്ട് മകളെ കെട്ടിക്കുമ്പോൾ സവ്വജത്തുക്ക വാങ്കാത്തുക്ക എന്ന് പറയിപ്പിക്കുന്നതിനേക്കാൾ നിനക്ക് നല്ലത് എൻ്റെ നാട്ടിലെ നാടൻ മൂല്യരെ കൊണ്ട് പറയിപ്പിക്കല. കാരണം അയാൾ ഏതായാലും എന്താണ്? സുന്നിയാണ്, അതുറപ്പാണല്ലോ. അപ്പോൾ കല്യാണ വേദികളെല്ലാം അവരെ മാറ്റി നിർത്തണം. അവരൊരു നിക്കാഹിനെ വിളിക്കരുത്. അതിൽ നീ ചെകയണ്ട. ഇല്ലെങ്കിൽ ഓലെന്നെ പറയണം മറ്റോലേ വാബിയുള്ളൂ, നമ്മൾ വാബിയല്ലോ, ആയിക്കോട്ടെ, എന്നാൽ നമുക്ക് ഓലം തിരിക്കാം. അല്ല ഇനിയിപ്പോൾ നമുക്ക് അതിന് ഒന്നും കഴിയില്ല. ഇനി നമുക്ക് എന്തേ കഴിയുള്ളൂ? ഞങ്ങളെ കൂട്ടത്തിൽ ബാബി വായകോയമ്പൻ മറ്റേ ആളാണ്, ഞങ്ങൾക്ക് അടുത്ത സുന്നി തന്നെയാണ് കേട്ടോ എന്ന് പറയുന്നവരെ നമുക്ക് പിന്നെ വിളിക്കാം. ബഹുമാനിക്കാൻ വരും, ഒക്കെ ബഹുമാനിക്കാം. ബഹുമാനിക്കണതിന് ഒരു കുഴപ്പമില്ല. അത് പറയാൻ നമ്മുടെ സംഘടനാ നേതാക്കൾക്ക് കഴിയണം. അവർക്ക് ദുന്യവ്യായ കെട്ടുപാടുകൾ ഇല്ലെങ്കിൽ അത് പറയാൻ കഴിയും. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് 100-ാം വാർഷികം നടത്താൻ കഴിയൂല. 100-ാം വാർഷികം നടത്തൽ അള്ളാഹിൻ്റെ അടുക്കൽ വാജിബല്ല. അള്ളാഹിൻ്റെ അടുക്കൽ വാജിബ് അഹ്ലുസുന്നത്ത് വൽ ജമാഅയാണ്. അത് അതിൻ്റെ രീതിക്ക് പോകൽ നമുക്ക് വാജിബാണ്. 100-ാം വാർഷികം 200-ാം വാർഷികം നടത്തണമെങ്കിൽ ഇപ്പം 100-ാം വാർഷികം നടത്താതിരിക്കേണ്ടി വരും. തിരിഞ്ഞില്ല. നമ്മൾ ഈ നിലക്ക് അയകോയമ്പനായി 100-ാം വാർഷികം നടത്തിയാൽ 110-ാം വാർഷികം നടക്കൂല. ഇപ്പോൾ നമ്മൾ ഈ ജാതി ഊട്ടോപ്യന്മാരെയും അയകോയമ്പന്മാരെയും മാറ്റി നിർത്തിയാൽ 100-ാം വാർഷികം നടക്കൂലെങ്കിൽ 100-ാം വാർഷികം നടക്കണ്ട, 200-ാം വാർഷികം ഭംഗിയായി നടക്കട്ടെ, അല്ലെങ്കിൽ മൈസറയിൽ നടത്താം. നമ്മളായി നിൽക്കണം. നമ്മളെ ഐഡൻറ്റിറ്റി അഹ്ലുസുന്നത്തി വൽ ജമാഅയാണ്. അതിന് വെള്ളം ചേർത്താൽ ബാപ്പാനെ ഒഴിവാക്കേണ്ടി വരും. ബാപ്പാനെ ബാപ്പയായി ബഹുമാനിക്കും, പക്ഷെ മതകാര്യത്തിൽ ബാപ്പാനെ കൂട്ടൂല. കാരണം ഞങ്ങൾ സുന്നികളാണ്. നമ്മളെ റൂഹ് ബാപ്പാൻ ഉണ്ടാക്കിയതല്ല. നമ്മൾ ജസദിൻ്റെ ഉത്തരവാദി മാത്രമാണ്. ആര്? ബാപ്പ. റൂഹ് വേറെയാണ്. അത് മുസ്തഫ റസൂലാണ്. അതിൻ്റെ ബാപ്പ, ഇതിൻ്റെ ബാപ്പ മുസ്തഫ നബിയാണ്.
അള്ളാഹ് റസൂലിനെ കാണുമ്പോൾ നിങ്ങൾ നബിയെ ഞങ്ങളെ റൂഹിൻ്റെ വാപ്പ നിങ്ങളാണ്, ഞങ്ങൾ നാശാകാടെ കൊണ്ടുവന്നിട്ടുണ്ടിട്ടാന്ന് പറയാൻ നമുക്ക് കഴിഞ്ഞാൽ അതെന്നെ വലുപ്പത്തരം. ഞങ്ങൾ പറഞ്ഞില്ലേ, ഇവിടെ 932 ഉണ്ടാക്കിയ ഒരു തരം ഊട്ടോപ്യൻ ഇസ്ലാമിൽ തകർന്നുകൊണ്ടിരിക്കുക. മലബാർ തകർന്നിട്ടില്ല. മലബാർ തകർക്കാനുള്ള വലിയ ശ്രമമായി നടക്കുന്നത്. അത് നമ്മൾ കരുതിയിരിക്കുന്ന വേണം. അത് കുട്ടിയല്ലേ, അത് അങ്ങനെയല്ലേ, മറ്റേതല്ലേ, മറിച്ചല്ലേ, അത് അതിനൊന്നും പിന്നാലെ നടക്കണ്ട. ഞാൻ കുട്ടികളൊന്നും ആക്ഷേപിക്കണമില്ല. കുട്ടികളെ നമ്മൾ കുട്ടികളൊക്കെ കുട്ടികളാണ്. കുട്ടികളെ പറ്റുന്ന ഇവിടെ വർത്താനോ ഇല്ല, പറ്റിയ സാഹചര്യമുണ്ട്. കുട്ടികൾ പറയാം എപ്പോഴാണ്, ഞാൻ നൂണെന്ന് പറഞ്ഞാലും നിങ്ങൾ നൂണെന്ന് പറയരുത്, നിങ്ങൾ നൂണ് തന്നെ പറയണം എന്ന് പറഞ്ഞ മൊല്ലാക്ക. എന്തുകൊണ്ട് മൊല്ലാക്ക നൂന് എന്ന് പറയില്ല? മൊല്ലാക്ക എന്തേ പറയുള്ളൂ, നൂണ് എന്നേ പറയുള്ളൂ. ഇനി കുട്ടികളോട് നൂന് പറഞ്ഞിട്ട് കാര്യമില്ല, കുട്ടികളെന്തേ പറയുള്ളൂ, നൂണ്. ഞാൻ ഈ കുട്ടികൾ എൻ്റെ ഇവിടെ നൂണ് എന്ന് പറയാൻ കാരണം കുട്ടികളെ ബാപ്പാര് നൂണ് എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികൾ നൂണ് തന്നെ പറയുള്ളൂ. ഞാൻ നൂണ് എന്ന് പറഞ്ഞാലും നിങ്ങൾ നൂണ് എന്ന് പറയരുത്, നിങ്ങൾ നൂണ് എന്ന് പറയണം. ഇതല്ലേ ഇപ്പം നമ്മളിപ്പോൾ പറയണത്. ആ കുട്ടി നൂണെന്ന് പറഞ്ഞു പോയതാണ്. കുട്ടി പഠിച്ചോരത്ത് നൂണെന്നാ പഠിച്ച്. അപ്പം ഇനി നൂന് എന്ന് പറയാൻ കുട്ടിക്ക് കഴിയൂല, കുട്ടി എന്തേ പറയുള്ളൂ. അങ്ങനെയാണ്. നമ്മൾ നമ്മുടെ അടിത്തറയിൽ നമ്മൾ കുട്ടികൾ അങ്ങനെ വളർത്തിയെങ്കിൽ ആ കുട്ടികൾ എന്ത് പറയും? ഇപ്പോൾ മദ്രസയിലെ സമസ്തയുടെ മദ്രസയിലെ 1, 2, 3 ക്ലാസ്സിലെ കുട്ടികളോട് പെണ്ണുങ്ങൾ ജുമയക്കുമ്പോൾ കണ്ടുപറഞ്ഞാൽ അവർക്ക് കരുതുണ്ട്. എന്തുകൊണ്ട്? അത് ഇസ്ലാമിനെതിരായ രീതിയാണ്. എന്തേ അങ്ങനെ തന്നെയല്ലേ? ഒരു കായത്തു അതി സോന്നാൻ കഴിയില്ല, ഒരു പേശോലാണ്. എന്തേ അങ്ങനെ പറയില്ലേ? പലടും അങ്ങനെ. എന്തുകൊണ്ട്? ആ അവസ്ഥയിൽ ആ കുട്ടി വളരുന്നത്. അപ്പം നമ്മൾ ഈ പരിധി വിട്ട അള്ള ദേഷ്യപ്പെട്ടാലും പാടില്ല, തങ്ങൾ ദേഷ്യപ്പെടരുത്. അതിനെനിക്ക് കാഫിർ ആവുജ് കുറച്ച് കഴിഞ്ഞാൽ. നമ്മളെ ഇപ്പോഴത്തെ മതബ് എന്താണെന്ന് പറയുക, അള്ളേ റസൂലും ദേഷ്യപ്പെട്ടാലും പാടില്ല, തങ്ങന്മാർ ദേഷ്യപ്പെടാൻ പാടില്ല. ഓ വലിയ അത്യാരം. അതാണ് ഇപ്പം നമ്മളെ അവസ്ഥ. അങ്ങനെയാണ്. അത് ദീപൊളിയല്ലാണ്. ഞാനിതാ ഇവരോട് ആരോടും ഇവരല്ല, ഇവരൊക്കെ നമ്മളെ ആളുകൾ തന്നെയാണ്. നമ്മളിപ്പോൾ അവരൊക്കെ ബഹുമാനിക്കണം, മുസ്തഫ റസൂലുള്ളാഹിന്റെ മക്കളാണ്. പക്ഷെ കൂട്ടിത്തൊടിക്കണ്ട. കൂട്ടിത്തൊടിച്ചാൽ നമ്മൾ തകരും. നമ്മൾ ഇബ്നു തൈമിയയെ ഒന്നും കൂടി ശുദ്ധീകരിക്കാൻ നോക്കണ ഒരു മൗലിയരി പിൻപറ്റണ്ട. നമ്മളെ രീതി ആരുടേതാണ്? മഖ്ദൂമിൻ്റെതാ. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ റഹിമഹുല്ലാഹ് മരിക്കണവരെ പറഞ്ഞിരുന്നു, മഖ്ദൂമിയൻ രീതികളെ ജീവിപ്പിച്ചതാണ് എന്ത്? സമസ്ത. അപ്പം നമ്മൾ സമസ്ത എന്നാണെങ്കിൽ അത് മഖ്ദൂമിയൻ രീതിയാണ്. മഖ്ദൂമിൻ്റെ ഉസ്താദ് ആരുമാണ്? ഇബ്നു ഹജറുമാണ്. ഇബ്നു ഹജർ പേച്ചോനും പേപ്പിക്കണോന്ന് പറഞ്ഞതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വെളിച്ചം കൊടുത്ത കൽബാണ് ഇബ്നു ഹജറിൻ്റെ. ധൈര്യം ഉണ്ടെങ്കിൽ പറയാല്ല. അല്ലാഹു തആല വെളിച്ചം കൊടുത്ത മഹാനാണ് ആര്? ഇബ്നു ഹജർ അൽ ഹൈതമി. അല്ലേ നിങ്ങൾ പറയും വെളിച്ചമില്ലാത്ത ആളായിരുന്നു. ഇബ്നു ഹജറിന്റെ ദീനാണ് ഇന്ന് ഷാഫി മദ്ഹബിന്റെ ദീന്. ലോകത്തെവിടെയും ഷാഫി മദ്ഹബിൽ ലോകത്ത് എത്ര പണ്ഡിതന്മാരുണ്ടെങ്കിലും ഈ ഷാഫി മദ്ഹബ് ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന ആരെ കൊണ്ടാണ്? ഈ ഇബ്നു ഹജർ അൽ ഹൈതമിയെ കൊണ്ടാണ്. ആര് ലേശം മുത്തഫരിയും നൂദുൽ അബ്സാറെങ്കിലും ഓതിയവർക്കൊക്കെ അത് മനസ്സിലാവും. ഈ ഇബ്നു ഹജർ റളിയല്ലാഹുവിനെ കൊണ്ടാണ് ഇവിടെ അഹ്ലു സുന്ന നിലക്കണ്, ഷാഫി മദ്ഹബ് നിലക്കണ്. ആ ഇബ്നു ഹജർ തങ്ങൾ ലാലും ഉളിലും പേച്ചവനും പേപ്പിക്കുന്നവനും എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആര്? ഈ ഇബ്നു തൈമിയ. ഇനി അയാളെ വാതിൽ തുറക്കേണ്ട ആവശ്യം നമുക്ക് എന്താണ്? നമ്മളാക്കിയത് ഇബ്നു ഹജറാണ്. നമ്മൾ ഇബ്നു ഹജറിൻ്റെ രീതിയിലാണ്. സമസ്ത എന്ന് പറയുന്നത് പറയരുത്, സമസ്ത മഖ്ദൂമിയൻ രീതിയാണ് എന്ന് 1000 വട്ടമല്ല ശൈഖുനാ ശംസുൽ ഉലമയെ പോലത്തെ പറഞ്ഞത്. ഇത് മഖ്ദൂമിയൻ രീതിയാണ്. മഖ്ദൂമിയൻ രീതി തളരുന്ന ഘട്ടം വന്നപ്പോൾ മഖ്ദൂമിയൻ രീതിയെ ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് പിൽഗാമികളായ സ്വാലിഹ്യങ്ങൾ ഉണ്ടാക്കിയതാണ് എന്ത്? സമസ്ത. അപ്പം സമസ്ത എന്താ? അത് മഖ്ദൂമിയൻ പുനരുജ്ജീവനാണ്. ആ മഖ്ദൂമിൻ്റെ അടിത്തറ ആരുമാണ്? ഇബ്നു ഹജറുമാണ്. ഞാൻ ഇതിൻ്റെ അപ്പുറത്തേക്ക് വാതിൽ തുറന്നാൽ നമ്മൾ തകർന്നു. അത്രേ പറയാനുള്ളൂ. ഇന്നത്തെ ക്ലാസ് അത്രേ ഉള്ളൂ. കാര്യമായി മനസ്സിലാക്കണം. ആരെയും അവമതിക്കണ്ട. ദീനാണ്.
നമ്മൾ അങ്ങോട്ട് വളഞ്ഞാൽ നമ്മളെ കുട്ടികൾ കിടക്കും. നമ്മൾ വളയാൻ പാടില്ല. ഇവിടെ നീ നിലക്കണമെങ്കിൽ ലോകത്തേത് നാടും ദീനിയായി തകർന്നാലും മലബാർ തകരരുത്. കാരണം മലബാർ അങ്ങനെ താഴെയുള്ളതാണ്. മലബാറിനൊരു പ്രത്യേകത ഉള്ളതാണ്. മലബാറിൻ്റെ ദീന ഭയങ്കര ദീന. അള്ളാഹു തൗഫീക്ക് തരിക. അള്ളാഹു ഒരു നാടിനൊരു തൗഫീക്ക് കൊടുത്താൽ മലബാർ. ഇങ്ങനത്തെ നാടും ലോകത്തില്ല അല്ലേ? സത്യമല്ലേ? ഇങ്ങനത്തെ നാട് ഇവിടെ കുട്ടി ജനിക്കണോടുകൂടെ ദീനാണ്. ഇങ്ങനത്തെ നാട് എവിടെയാണ്? ഇന്ത്യ അങ്ങനെയല്ലേ? നമ്മളെ രീതികൾ എല്ലാം കൃത്യ. ഇവിടെ ദീനില്ലാത്തവന് പോലും ദീന് നിർബന്ധാവസ്ഥയാണ്. ആരും വഹാബികളുമായി പോലീസ് തൊട്ടില്ലേനും എല്ലാവരും സ്വാഭാവികമായി നന്നാവും. നിങ്ങളിപ്പോൾ ഈ ഒരു നൂറ്റാണ്ട് കാലം വഹാബികളൊക്കെ പ്രവർത്തിച്ചിട്ട് നിങ്ങൾ കണ്ടോ? ഒരു മനുഷ്യൻ മരിച്ചിട്ട് മറ്റന്നാൾ അവിടെ ദിക്റാണെന്ന് പറഞ്ഞാൽ സത്യമല്ലേ? നിങ്ങൾ ചിന്തിക്ക്. ദിക്ർ ചെല്ലാൻ വേണ്ടി ജനം അങ്ങോട്ട് നിറയും. ഇത് ബിദഅത്തും തെറ്റുവാണെന്ന് വാദിക്കുന്നവരിവിടെ ഒരു നൂറ്റാണ്ട് പണം ചെലവാക്കിയിട്ട് എൻ്റെ ഒരു കിട്ടിയത്. ഇന്നും വെച്ച ചോറ് തികയാതൊക്കെ ഉള്ളൂ. അതാണ് അല്ലേ സത്യം? ഞാനതൊക്കെ അത്ഭുതത്തിൽ നോക്കാറുണ്ട്. അത്ഭുതം. ഈ 21-ാം നൂറ്റാണ്ടിൽ ഇങ്ങനത്തെ മനുഷ്യന്മാർ തിന്മയിലേക്ക് എടുത്തു ചാടുന്ന കാലത്തും ഒരു മനുഷ്യൻ മരിച്ചാൽ, ഇനി അതിനേക്കാൾ വലിയ രസം, മരിച്ചാൽ അന്ന് മഗ്‌രിബാണോടുകൂടെ മഗ്‌രിബ് നിസ്കരിച്ച് ജമാഅത്ത് നേരെ കഴിഞ്ഞ ആളുകൾ ആ പരികൾ പോകും. അതിനൊരു ചായട്ടാൻ പോകുകയല്ല അത്. ആ മരിച്ച ആൾക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്യണം. എന്നിട്ട് കുറച്ച് മൗലൂദ് ഓടി, ദിക്ർ ചൊല്ലി, യാസീൻ ഓടി, ചായ കിട്ടിയില്ല. അങ്ങനെ തന്നെയല്ലേ? പിറ്റേന്നും പിന്നെ അതിൻ്റെ 7-നാണെങ്കിലും 14-നാണെങ്കിലും 3-നാണെങ്കിലും ഒരു ദിക്ർ സംഘടിപ്പിച്ചാൽ ആ ദിക്ർ ജനനിബിഡ ഇരിക്കും. ആണും പെണ്ണും. സ്കൂളിലേക്ക് കുട്ടികളെ പറഞ്ഞാൽ പെണ്ണുങ്ങൾ ഓടുക. ആ മറ്റേ കാക്കാൻ്റെ താത്താൻ്റെ ദിക്റാണ്. പള്ളിക്കൊന്നൊന്നും പറഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. പേര് കയറി വിളിക്കുകയല്ല. ഞാൻ സത്യമല്ലേ? അവിടെ ദിക്റാണ് മറ്റന്നാൾ. കല്യാണത്തിന് വിളിച്ചാൽ പോകില്ല. സത്യാണോ അല്ലേ? കല്യാണത്തിൽ വിളിച്ചാൽ പേരിൽ വന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ പോകില്ല. അതേ മനസ്സിൽ പള്ളി എന്ന് പറഞ്ഞാൽ മതി. മറ്റന്നാൾ അവിടെ ദിക്റാണ് കേട്ടോ, ജനാണെന്ന് അറിയും. എന്തേ പോകുന്നു ആരും ചോദിക്കൂല. എന്നെ വിളിച്ചിട്ടില്ലല്ലോ ഞാൻ പോരില്ല എന്ന് ഒരുത്തിനോട്ട് പറയില്ല. എന്തേ? അത് സുന്നിയത്താണോ അല്ലേ? ഇതിവിടെ നശിപ്പിക്കണോ? ഇതിവിടെ ഒരു ദിവസം കൂടെ ഉണ്ടായതല്ല. ഇത് ആയിരക്കണക്കായ കൊല്ലൊരു ഉമ്മത്തിൻ്റെ ഉണർവാണ്. അതാണ് നാശിക്കും ഈ നിലക്കട് പോവുകയാണെങ്കിൽ. ഇത് സത്യമാണ് കുട്ടികളെ. ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട അത്ഭുതം, മലബാറിൻ്റെ ഒരു അത്ഭുതം. ഇത് മലബാറിനുമാണ് ഈ ഇത്. വേറെ നാടിന് ഇത് കാണില്ല. ഞാൻ പറഞ്ഞ സത്യമല്ലേ? എന്താ ജനം വരിക? അത് ഞാൻ മനുഷ്യൻ നല്ലോനോമോ അന്നൊരു നോട്ടല്ല. ഓന് പള്ളി ഉണ്ടാവാൻ ഒന്നുമില്ല. മരിച്ചാൽ ഓൻ എന്തോ ആയിക്കോട്ടെ, ഓൻ എന്തെങ്കിലും നിങ്ങൾ അള്ളാഹിനോട് പറഞ്ഞു നോക്കുക. ഒന്ന് കിട്ടട്ടെ മാത്രം ആണെങ്കിൽ പോലും 100% സത്യമാണ്. അതാണ് സുന്നത്യമായത്. ഓനായിട്ട് നിസ്കരിക്കണമായിരുന്നു. അത് ഓൻ്റെ കാര്യം. അത് അന്ന് ഓനെ ചോദിക്കോട്ടെ. പക്ഷെ പഠിച്ചോന് പുറത്തു കൊടുക്കട്ടെ. കള്ളുടിയനായിരുന്നു. മൂക്ക് മുട്ട കള്ളു കുടിച്ചോ മരിച്ചാണ് നിൽക്കുന്ന ആളും ആണോ അല്ലേ? എന്തുകൊണ്ട്? ഓൻ മരിച്ചല്ലോ. ഇനി ഓന് ഭൂമിൻ്റെ അടിയിൽ എത്തിയില്ലേ? ഇനി ഓൻ്റെ അപകടം ഓനിപ്പം മനസ്സിലാവുണ്ടാവും. റബ്ബേ ഓന് പുറത്തു കൊടുക്ക്. ഈ ഒരു മനസ്സ് സുന്നികൾക്കല്ലാതെ ആർക്കട? നിങ്ങൾ ഈ ഇബ്നു തൈമിയൊക്കെ കെട്ടി കൂട്ടി കൊണ്ടുവന്നാൽ ഇവിടെ എല്ലാതാകുമ്പോൾ ഈ ഒരു ദീനാണ്. നിങ്ങൾ എന്താ വിചാരിച്ചത്? ഇങ്ങനെ ഒരു നാടുണ്ടോന്ന് പറയാം. ഇങ്ങനെ ഒരു നാട് ലോകത്തേതാ? ഒന്ന് കിട്ടണമെന്നില്ല. ഒരു കാലത്ത് വെറുതെ ജനങ്ങൾ പറഞ്ഞിരുന്നു എന്ത് അങ്ങ് തിന്നാൻ പോവുക. ഇന്ന് ആർക്കടെ തിന്നാൻ വേണ്ട? ആ വർത്തമാനമൊക്കെ വഹാബികൾ നിർത്തി. കാരണം വഹാബികൾക്കും തിരിഞ്ഞു തിന്നാൻ പോകുകയല്ല. അത് നന്മയാണ് മനുഷ്യന്. ഓൻ കള്ളുടിച്ച് ജീവൻ പോയതാണ്. നാലും ഓനെ പരി പോയി ദിക്റലി ഇതാർക്കും. പഠിച്ചോനെ ജോന് പുറത്തു കൊടുക്കും. കള്ളുടിയനാണെങ്കിൽ ഒന്നും കൂടി ആത്മാർത്ഥമായി ഇതാർക്കും. പഠിച്ചോനെ ജോനെ ശിക്ഷിക്കരുത്. ഓൻ്റെ അയൽവാസിയായിരുന്നു. ഈ ഒരു മനസ്സ് മലബാറിലല്ലാതെ എവിടെയാണ് ലോകത്തുള്ളത്? ഇത് സുന്നത്യമായത്തിൻ്റെ മനസ്സല്ലേ? ഇത് ഇല്ലാതാക്കലല്ലടാ നിങ്ങളൊക്കെ ലക്ഷ്യം. ഈ ഇബ്നു തൈമിയ്യ പുതിയ പോസ്റ്റ്മോർട്ടത്തിന് ഒരുങ്ങുന്നവരെ ലക്ഷ്യം എന്താ? ഈ ദീൻ ഇവിടെ ഇല്ലാതാക്കൽ.
ഈ മനസ്സിന്റെ വേദന. എൻ്റെ അയൽവാസി കള്ളുടിച്ചോനാണ്, എന്നാലും ഓൻ അള്ള പുറത്തു കൊടുക്കണം, ഓനെ റബ്ബ് ശിക്ഷിക്കണം എന്നാണോ മലബാറിലെ മനസ്സ്? അല്ല. ഓന് വേണ്ടി ദ്വാരക്കുമ്പോ കരയും, റബ്ബേ പുറത്തു കൊടുക്ക്. ആളുകളിലൂടെ പുറത്തു കൊടുക്ക്, ഫൂറല്ലേ റബ്ബേ. മോലിയേരും കുട്ടികളും നാട്ടുകാരും ഒക്കെ കരയാം. സത്യല്ലേ സലാമ ഞാനീ പറഞ്ഞ? ഇതിവിടെ ഇല്ലാതാക്കാണ്. ഇല്ലാതാകാൻ സമ്മതിക്കരുത്. നമ്മളെ ലക്ഷ്യം 500ാമത്തെ വാർഷികം നടത്തലല്ല, നമ്മൾ ദീൻ നിലനിർത്തലാണ്. ഈ അഴകുഴമ്പന്മാർക്ക് വിട്ടുകൊടുത്താൽ ദീൻ നശിപ്പിക്കും. ഇബ്നു തൈമിയ്യ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. നമ്മളെ മുൻഗാമികൾ പറഞ്ഞു, ആള് പോക്കായിരുന്നു, ബസ് ഖലാസ് കഴിഞ്ഞു, ഞാൻ അപ്പുറത്തേക്കില്ല. മറ്റേ ഒരു റബ്ബ് തമ്മിൽക്കോട്ടെ നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ ലാഭം അനുഭവിച്ചിട്ടുണ്ട്. നമ്മളെ ഭദ്രത അഴകുഴമ്പനായ നമുക്കില്ല. എല്ലാവരോടും സ്നേഹം, സൗഹൃദം, സമാധാനം. അതുകൊണ്ട് ഇവിടെ നന്മ നടന്ന എന്തൊക്കെ നന്മ നടന്നു. ഹിന്ദു മുസ്ലിം പരസ്പരം മനുഷ്യന്മാരെന്ന സ്നേഹം ബഹുമാനം കൈവച്ചു. മലക്ക് പോകാൻ പൈസ തികയില്ല. അപ്പോൾ അപ്പുറത്തെ ആചാര്യ പെരിപ്പോയി, മലക്കും കുറച്ച് പൈസൻ്റെ കമ്മിയുണ്ട്, അപ്പോൾ വേഗം കൊടുത്തു. ചിലപ്പോൾ പറഞ്ഞ് ജീവൻ തരണ്ട, എന്തേ ഇവിടെ നടന്നിട്ടില്ലേ, നടന്നോ ഇല്ലേ, അത് മലക്കോലാണ്, അത് ശിർക്കാണ്, മറ്റേത് അന്നും ഭർത്താനും പറ ഒക്കെ ഇപ്പല്ലടാ വഹാബികൾ വന്നിട്ടല്ലേ ഒക്കെ തുടങ്ങിയത്. അതൊരു സൗഹൃദമല്ലേ. അമ്മ ജാറുൻ ലഹു ഹഖുൻ വാഹിദുൻ ഫജാറുൻ മുശ്രിക്കുൻ. ഹബീബാ നബി പറഞ്ഞില്ലേ, മുശ്രിക്കായ ശിർക്ക് ചെയ്യുന്ന അയൽക്കാരനാണെങ്കിലും അവനോട് നിങ്ങൾ ബാധ്യതയുണ്ടെന്ന് പറഞ്ഞ നേതാവിൻ്റെ മക്കളല്ലേ നമ്മൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തിരിച്ചവനും ഉംറക്ക് പോകാനൊരുങ്ങി, പൈസ ഒക്കെ അടച്ചു. അപ്പോൾ അപ്പുറത്തെ ബാലകൃഷ്ണൻ്റെ വീട്ടിൽ സർക്കാർ ഉദ്യോഗസ്ഥൻ, അവൻ്റെ അടുത്ത് പൈസ കെട്ടിയിരിപ്പുണ്ടാവും. ബാലകൃഷ്ണൻ്റെ വീട്ടിൽ പോയി തലേന്ന് ഭാര്യയും ഭർത്താവ് എന്തെങ്കിലും വന്നു, ഒന്നുമല്ല ഉംറക്ക് പോവുകയാണ്, കുറഞ്ഞൊരു പൈസൻ്റെ കമ്മിയുണ്ട്, ഒരു 10-15,000 രൂപ കിട്ടിയാൽ ആ വഴിച്ചെലവെക്ക് അതിനെന്തെപ്പോൾ പറഞ്ഞു ഒന്ന് ഫോൺ ചെയ്താൽ പോരെ. അപ്പോൾ അങ്ങോട്ടും കൊടുത്തയച്ച്. മക്കത്തേക്ക് വന്നവർക്ക് പോകുന്നവന് അത്യാവശ്യമായ പൈസ കൊടുത്തത് ബാലകൃഷ്ണൻ, മലക്കൊണ്ടവനൊരു മമ്മദാജി. ഇതിവിടെ നടന്നല്ലേ, ഇതല്ലേ ഇവിടെ നടന്ന്, ഇതല്ലേ ഇവിടെ നടക്കണ്ടു, ഇതല്ലേ നന്മ, അതല്ലേ മനുഷ്യത്വം, അതല്ലേ മനുഷ്യത്വം. അക്കാലത്ത് ഇവിടെ ഒരു ഓണത്തിൻ്റെ പേര് തല്ലുണ്ടായിക്കണോ, ഒരു ക്രിസ്മസിൻ്റെ പേര് അടി ഉണ്ടായിട്ടുണ്ടോ, തിന്നാൻ പാടുണ്ടോ, തിന്നാൻ പാടില്ല, ഇതൊക്കെ എങ്ങനെ മനുഷ്യൻ ഹൃദയമില്ലാതെ കേവലമുള്ള നിയമപുസ്തകങ്ങളെ വായിച്ച് തർക്കിച്ചപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. മറ്റൊന്നുമില്ല. മനുഷ്യത്വം, മലബാറിനെ പോലെ മനുഷ്യത്വമുള്ളൊരു നാട് ലോകത്തുണ്ടെന്ന് വിചാരിക്കണ്ട. അത് നശിപ്പിക്കാനുള്ള ശ്രമമായി നടക്കണത്, അതിന് നിന്ന് കൊടുക്കരുത്. അപ്പം അത് തന്നെ ഞാൻ പറയട്ടെ, തങ്ങന്മാരോട് എല്ലാവരും ബഹുമാനിക്കുക. പക്ഷേ സുന്നിയാണെന്ന് ഉറപ്പില്ലാത്ത, വഹാബിയാണെന്ന് ഉറപ്പുണ്ടാകണ്ട, സുന്നിയാണ് എന്ന് മൂപ്പരെ പറ്റി പൂർണ്ണമായി പറയാൻ പറ്റൂല. എന്തുകൊണ്ട്? മൂപ്പർക്ക് മൗലവിയും നേതാവായിട്ട് മഹാനാണ് എന്ന് തോന്നുന്നുണ്ടോ, അത് തോന്നലാണ് മാറുന്നത് വരെയുള്ള ദശമൂലാഷ്ടം മൂപ്പര് കുടിച്ചോട്ടെ. എന്നിട്ട് മൂപ്പർക്ക് അതാണ് നീങ്ങിപ്പോയിട്ട് പിന്നെ നമുക്ക് നേതാവാക്കിയാൽ മതി. നീ അവിടെ ദീൻ നശിച്ചു, അത്രേ പറയാനുള്ളൂ. മറ്റേ രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തിൽ ആർക്ക് വോട്ട് ചെയ്യുക ഒന്നും പ്രശ്നമുള്ള കാര്യമല്ല. ഞാൻ ലീഗുകാരനാണ്, ഞാൻ ലീഗിനെ വോട്ട് ചെയ്യുക, ലീഗ് പറഞ്ഞിടത്തും വോട്ട് ചെയ്യും, അതൊന്നും പറഞ്ഞതിന് ബാധകമല്ല. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ ലീഗിൽ നിന്ന് പോയി, ഞാൻ ലീഗുകാരനാണ്, എൻ്റെ ബാപ്പ ലീഗുകാരനാണ്, ലീഗിനല്ലാതെ വോട്ട് ചെയ്താൽ ബാപ്പനെ അല്ലോട്ട് മനസ്സിലായി. ലീഗിനല്ലാതെ വോട്ട് ചെയ്തിട്ട് ഖബർ സിയാറത്തിന് വരെ ചെല്ലാൻ പറ്റില്ല. കാരണം എൻ്റെ വാപ്പാനെ ലീഗിൻ്റെ പതാക പുതപ്പിച്ചിട്ടാണ് പൊരേന്നെടുത്തിട്ട് ഖബറിനെ കൊണ്ട് മറവ് ചെയ്യുന്നത് വരെ ആ പതാക എൻ്റെ വാപ്പാനെ പുതപ്പിച്ച്, എൻ്റെ വാപ്പാൻ്റെ മയ്യത്ത് കെട്ടിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പതാക പുതപ്പിച്ച് മിഞ്ഞാന്നല്ലേ, നിങ്ങളൊക്കെ ഇത് കണ്ടല്ലേ. എൻ്റെ നാട്ടിൽ ലീഗ് ഉണ്ടാക്കിയും സമസ്ത ഉണ്ടാക്കിയൊക്കെ എൻ്റെ വാപ്പയാണ്. അപ്പം ലീഗിൻ്റെ ആളുകൾ ആദ്യം വന്ന് ഒരു പറഞ്ഞു, ഞങ്ങൾ മയ്യത്തിൻ്റെ മേൽ പിന്നെ ലീഗിൻ്റെ പതാക പുതപ്പിക്കുകയാണ്. ആയിക്കോട്ടെ, എന്നോടാ ചോദിച്ചു, ഞാനാ ഒറ്റ മകൻ, ഞാനാ, എന്തുകൊണ്ട് ഞാനും അന്നല്ല. അതിൻ്റെ അർത്ഥം നിങ്ങൾ പറഞ്ഞൊക്കെ മൂളുന്നല്ല, കാര്യങ്ങൾ പറയും. വോട്ട് ഇങ്ങക്ക് തന്നെ, അതിന് അപ്പുറത്തേക്ക് പോവുകയില്ല. ലീഗ് പറഞ്ഞിട്ട് ഞാൻ വോട്ട് ചെയ്യുള്ളൂ. അത് തെറ്റായിട്ട് തന്നെ പറയും. അത് പറയും. നിലവിലുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ ലീഗിൻ്റെ ബാന്ധവം വലിയ ദുരന്തത്തിന് വഴിവെക്കും.
ഇപ്പോൾ സമസ്തയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറഞ്ഞു അതൊക്കെ UDF അഭിപ്രായമാണ്. ഞങ്ങൾക്കതിൽ അഭിപ്രായമല്ല. അതവർ പറഞ്ഞ 100% തെറ്റാണ്. ആര് പറഞ്ഞാലും. എന്തുകൊണ്ട്? നമ്മളെ സമുദായത്തിൻ്റെ ഒരു വാതിലാണ്. നമ്മളെ സമുദായത്തിൻ്റെ ഭൂരിപക്ഷം സുന്നികളുള്ള പാർട്ടിയാണ് ലീഗ് ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടിയാൽ നമ്മളെ കുട്ടികൾക്ക് യൂത്തിന് ജമാഅത്തിനോടുള്ള അകലം കുറയാനത് കാരണം. അങ്ങനെ വന്നാൽ അടുത്ത തലമുറയിൽ നമ്മളെ കുട്ടികൾ ഭീകരവാദികളായി മാറും. ലോക മുസ്ലിം സമുദായം കണ്ട ഭീകര പൊളിറ്റിക്കൽ സംഘടനയാണ് എന്ത്? ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമിനെ കൂട്ടുകൂട്ടാൻ പറ്റൂല. വഹാബികൾ കൂടിയിട്ട് നമ്മളിങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. വഹാബികൾ പണ്ടേ ലീഗില്ലേ, നമ്മളും ലീഗില്ലേ. ജമാഅത്ത് അങ്ങനെയല്ല. ജമാഅത്തിനെ കൂടെ അത് പൊളിറ്റിക്കൽ ഇസ്ലാമാണ്. പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഉൽപ്പന്നം ടെററിസമാണ്. അത് ഞങ്ങൾക്ക് അഭിപ്രായമില്ല എന്ന് സമസ്തയുടെ നേതാവ് പറയാൻ പാടില്ല. അത് തെറ്റായതാണ്. എന്തിനാണ്? അതൊക്കെ ദുനിയാവുമായുള്ള കെട്ടുപാടാണ് പറയുന്നത്. അത് ചുളി നീർന്ന് പറയണം. അതിൽ ഞങ്ങൾക്ക് അഭിപ്രായമില്ല. എന്തുകൊണ്ട്? അത് കേവലമുള്ള വിഷയമല്ല. CPM ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടിയിട്ടില്ലേ? നമ്മൾ CPM അല്ലല്ലോ. CPM ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടിയാൽ CPM ഒരു പടിക്കപ്പുറം ആരും കയറ്റൂല. നമ്മളങ്ങനെയല്ല. നമ്മൾ പാവപ്പെട്ട മലബാറിലെ കാക്കമാരും കാക്കാത്തികളുമാണ്. നമ്മൾക്ക് ഇവർക്ക് വാതിൽ തുറന്നു കിട്ടിയാൽ പിന്നെ അവരെ തോൾ പിടിച്ച് നടക്കും. കാരണം നമ്മളെ ആളുകൾക്ക് ചതി അറിയില്ല, മറ്റവർക്ക് ചതിയേ ഉള്ളൂ. സത്യല്ലേ? നമ്മൾ ആളുകൾക്ക് ചതി അറിയൂല. ജമാഅത്തെ ഇസ്ലാമി എന്ന ചതി മാത്രം. എന്തുകൊണ്ട്? അവരുടെ മാനിഫെസ്റ്റോക്ക് എതിരാണ് ഇപ്പോൾ അവർ ചെയ്യുന്നത്. ചതി. നിലവിലുള്ള ഇന്ത്യൻ സാഹചര്യത്തിൽ വോട്ട് പിടിക്കുന്നതും വോട്ട് ചെയ്യുന്നതും സ്ഥാനാർത്ഥിയാവുന്നതും ഭരണകൂടത്തിൽ നിന്നൊരു ഉദ്യോഗസ്ഥനാവുന്നത് വരെ താഗൂത്തി ഗവൺമെന്റിനെ സഹായിക്കലാണ്. ഷിർക്കാണ്, ഹറാമാണ്. ഷിർക്കാൻ എഴുതിച്ചോലല്ലേ ആര്? പിന്നെ ഇപ്പൊ അവര് തരം മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ചതി, പൊളിറ്റിക്കൽ ചതി. സാധനം തന്നെയാണ്. അമ്മൂമ്മ നീലം കലക്കി വെച്ചൊരു കഥ പറയുന്നുണ്ട് പണ്ട്. CH അമ്മൂമ്മ ഒരു തൊട്ടിയിൽ നീലം കലക്കി വെച്ച് അതിൽ കുറുക്കനെ ആരോ ഓട്ടിയപ്പോൾ കുറുക്കൻ ഓടി ഈ നീലത്തൊട്ടി ചാടി. പിന്നെ കാട്ടിലേക്ക് പോയി. കാട്ടിൽ ചെന്ന് നോക്കുമ്പോൾ നീലാണ്. അപ്പോൾ കാട്ടിലെ ഒരു ജീവി ഇങ്ങനത്തെ ഒരു ജീവിയെ കണ്ടിട്ടില്ല. അപ്പോൾ എല്ലാ ജീവികളും കൂട്ടിയിട്ട് കുറുക്കനെ രാജാവാക്കി. കാരണം ഇത് അത്ഭുത ജീവിയാണ്. ഇങ്ങനത്തെ ഒരു ജീവി ഇല്ല. പിന്നെയാണ് നിലാമ്പിന് വട്ടം കൂടിയപ്പോൾ, അങ്ങനെയാണല്ലോ അവസരം ആണുമ്പോഴേ കൂക്കോളൂ. ഓ ഓ ഓ നമ്മൾ ഊരിട്ടു. അപ്പോഴാണ് മനസ്സിലായത് ഇത് പഴയ കുറുക്കൻ തന്നെയാണ്. അവസരം ഉണ്ടാകുന്നത് വരെ അവർ നീലം കൊണ്ട് നടക്കും. ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ കാണിക്കുന്ന ചതിയാണ്. അവർ മൗദൂദിയിൽ തന്നെ എപ്പോഴുള്ളത്. അല്ലെങ്കിൽ മൗദൂദിയെ അവർ തള്ളിപ്പറയുകയും മൗദൂദിയുടെ ഗ്രന്ഥങ്ങൾ അവർ കത്തിക്കുകയും ചെയ്യട്ടെ. അവർ ശുദ്ധീകരണം ചെയ്യട്ടെ. എന്നാൽ തന്നെ അവർ വിശ്വസിക്കാൻ പറ്റൂല. ഏറ്റവും ചുരുങ്ങി അതെങ്കിലും ചെയ്യട്ടെ. അപ്പൊ ഞങ്ങൾക്കതിൽ അഭിപ്രായമില്ല എന്ന് സമസ്തയുടെ നേതാവ് പറയുന്നത് 100-ാം വാർഷികം എങ്ങനെയെങ്കിലും നടന്നു കിട്ടണം എന്നുള്ള ദുനിയവിയായ ഒരു വാക്ക് മാത്രമാണ്. അത്തരം വാക്കുകൾ ഉമ്മത്തിനെ പേപ്പിക്കും. ആണായി തന്നെ പറയണം. നമ്മൾക്കതിൽ അഭിപ്രായക്കേടുണ്ട്. എന്തുകൊണ്ട്? ജമാഅത്തെ ഇസ്ലാമി കേവലം ഒരു പൊളിറ്റിക്കൽ സംഘടനയല്ല, മതപരമായ ഒരു പ്രത്യേക റൂട്ടിലുള്ള പൊളിറ്റിക്കൽ സംഘടനയാണ്. അത് നമ്മുടെ യൂത്തിലേക്ക് ചേരുമ്പോൾ നമ്മളെ യൂത്തിന് ഭരിച്ചു. ധൈര്യമായിട്ട് പറയണം. അതിന്മേൽ എന്ത് വന്നാൽ വന്നു, നമുക്ക് എന്ത് വന്നാലും. അജബല്ലി അംരിൽ മുഅ്മിനി, മുഅ്മിനായ മനുഷ്യന്റെ കാര്യം അത്ഭുതമാണ്. ഇദാ മസ്സതുഹു സറാഉ ശകറ ഫഹുവ ഖൈറുൽ ലഹു വഇദാ മസ്സതുഹു ളറാഉ സബറ ഫഹുവ ഖൈറുൽ ലഹു. മുഅ്മിൻ എപ്പോഴും ലാഭം. നഷ്ടം വന്നാൽ അവൻ ക്ഷമിക്കും, അതവന് ഖൈറാണ്. ലാഭം കിട്ടിയാൽ നന്ദി ചെയ്യും, അതും അവന് ഖൈറാണ്. മുഅ്മിൻ എപ്പോഴും എന്തേ ഉള്ളൂ? ഖൈറുള്ളൂ. നമ്മൾ മുഅ്മിനീങ്ങളാണ്, നമ്മൾ സുന്നികളാണ്, നമ്മൾ മുഅ്മിനീങ്ങളാണ്. നമ്മൾ നേതാവ് ഇബ്നു ഹജറാണ് റളിയല്ലാഹു അൻഹു, അവർ നേതാവ് ഇമാം ഷാഫിയാണ്, അവർ നേതാവ് മുത്ത് മുഹമ്മദ് മുസ്തഫയാണ്. നമ്മളെ റൂട്ട് തന്നെയാണ്. നമ്മളെ മുൻഗാമികൾ മരിച്ചോലൊക്കെ മഹാന്മാരായി മരിച്ചു നമുക്ക് ഉറപ്പാണ്. അത് കണ്യത്താണെങ്കിൽ ശംസലിമാണ്, ബാഫക്കത്തങ്ങൾ, പൂക്കോയത്തങ്ങളും ഇവരൊക്കെ ഈ റൂട്ട് പോയാലാ. ആ വഴിക്ക് തന്നെ മുന്നോട്ട് പോകണം, ഇല്ലെങ്കിൽ നമ്മൾ തകരും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. റബ്ബന അലൈക തവക്കൽനാ വ ഇലൈക അനബ്നാ വ ഇലൈക്കൽ മസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. നിഅമൽ മൗലാ വ നിഅമൻ നസീർ.
عصير ولا حول ولا قوة إلا بالله العلي العظيم اللهم أمرتنا بدعائك ووعدتنا بإجابتك لقد دعوناك فأجبنا يا الله يا حي يا قيوم راجين وغاية ملاذ اللاجين فإلى من تمد الأيادي وترجى منه الحوائج إذا كان فضلك ممنوعا عن العاصين وقد أتينا بابك يا الله بثنائك وثناء عبدك محمد فلا تردن أيدينا خائبين بمحض فضلك